എന്നെങ്കിലും അയാളെ ഒന്ന് കാണണം, മാപ്പ് അപേക്ഷിക്കണം. അയാളെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് അതിൽ കുറ്റബോധം തോന്നുന്നുണ്ട്, അന്ന് അതില്ലായിരുന്നു. സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകിയപ്പോൾ മറ്റുള്ളവരുടെ വേദനകൾക്കോ സന്തോഷങ്ങൾക്കോ വില നൽകാൻ കഴിഞ്ഞില്ല. ഹലോ ഗായ്സ്, നമ്മളുടെ അയാൾ എന്ന കഥയുടെ പാർട്ട് 3 ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ടു ദ ബുക്കിഷ് റൈറ്റർ. അപ്പോൾ നമുക്ക് കഥയിലൂടെ പോവാം. 16-ാം വയസ്സിന്റെ അവസാനത്തിലായിരുന്നു വിവാഹം. വയസ്സിനേക്കാൾ വലിപ്പം ഉണ്ടായിരുന്നതിനാലും സ്കൂളിലെ പ്രണയം വീട്ടിലറിഞ്ഞതിനാലും വീട്ടുകാർ എന്നെ നേരത്തെ തന്നെ കല്യാണം കഴിപ്പിച്ചു. അതിന്റെ അമർഷവും ദേഷ്യവും എനിക്ക് എല്ലാവരോടും ഉണ്ടായിരുന്നു. എന്തൊക്കെയോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയല്ലേ ഒന്നായിട്ട് തകർന്നടിഞ്ഞത്. പഠിക്കാൻ കേമിയായിരുന്നു. ഏതെങ്കിലും രക്ഷിതാക്കളൊക്കെ ഇത്രയും പഠിക്കാൻ കഴിവുള്ള മക്കളെ ഇങ്ങനെ ചെയ്യുമോ? പക്ഷെ എന്റെ രക്ഷിതാക്കൾ ചെയ്തു. അയാളുടേത് സ്വല്പം വലിയ കുടുംബമായിരുന്നു. മാതാപിതാക്കളില്ല, ഏട്ടന്മാരും പെങ്ങന്മാരും. ഇങ്ങേര് ഇളയ മകനായിരുന്നു. സ്വത്തും പറമ്പുമെല്ലാം സുലഭം. അതാണല്ലോ നമ്മുടെ കാരണവന്മാർക്കും വേണ്ടിയത്. നാട്ടിൽ ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്നു. ഒരു കുറുകിയ പ്രകൃതം. പെണ്ണ് കാണലും വിവാഹമുറപ്പിക്കലും വിവാഹവും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ അന്ന് അങ്ങനെയൊക്കെ ആണല്ലോ. ഇന്ന് പിന്നെയും പരസ്പരം അറിയാനുള്ള ഒരു സമയമെങ്കിലും പലരും കൊടുക്കാറുണ്ടല്ലോ. അന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് പരസ്പരം ഒന്ന് അറിയാൻ പോയിട്ട് ഒന്ന് ഫോൺ വിളിക്കാൻ പോലും പറ്റിയിട്ടില്ല. വിവാഹശേഷവും അയാൾക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. പക്ഷേ സ്വല്പം പിശുക്കുള്ള കൂട്ടത്തിലായിരുന്നു. കണക്കുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കണം. എങ്കിലും എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഒരു കുറവുമില്ല. എല്ലാം നടത്തിത്തരും. അതിനുവേണ്ടി ചില സമയങ്ങളിൽ ഞാനൊന്ന് മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിടയിലെ ദാമ്പത്യം പൂർണ്ണമായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യമൊന്നും തോന്നിയില്ല. നേരെ മൂത്ത ജ്യേഷ്ഠന് കുട്ടികളാവാത്തതിനാൽ വിവാഹശേഷം ആദ്യ വർഷം കുട്ടികൾ വേണ്ട എന്ന തീരുമാനം ഞങ്ങൾ വെച്ചു. ആ തീരുമാനം എനിക്ക് ആശ്വാസവും സന്തോഷവും നൽകി. കാരണം ഈ ജീവിതവുമായിട്ട് എനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിവാഹശേഷം വീട്ടില് നീയും അയാളും മാത്രമേ ഉണ്ടാവുള്ളൂ, അമ്മായിയമ്മ പോരൊന്നും ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് കെട്ടിച്ചിട്ട് അവർക്കിവിടെ 2 പെങ്ങന്മാരുള്ള കാര്യം മറന്നു. അവര് മതിയായിരുന്നു എല്ലാത്തിനും. വീട്ടിലെ അടക്കക്കും തേങ്ങക്കും കുരുമുളകിനുമൊക്കെ കണക്ക് നോക്കലാണ് അവർക്ക് പണി. ആദ്യമൊക്കെ അവരുള്ളതൊരു സഹായമായി തോന്നിയെങ്കിലും പിന്നീട് അവരുള്ളതൊരു പ്രയാസമായി തുടങ്ങി. പറമ്പിൽ പോയി രാവിലെ അടക്ക പെറുക്കണം, കുരുമുളക് വള്ളി നോക്കണം, തേങ്ങാക്കാരൻ വരുമ്പോൾ തേങ്ങ പറിപ്പിക്കാൻ കൂടെ പോകണം. ഈ കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരിച്ച ജോലിയായി തോന്നി തുടങ്ങി. കാരണം ഇതൊന്നും ചെയ്തെനിക്ക് ശീലമില്ലായിരുന്നു. 17 വയസ്സ് മാത്രമുള്ള എനിക്ക് ഇതൊക്കെ എത്രത്തോളം മനസ്സിലാക്കാൻ പോലും പറ്റുമെന്ന് അറിയില്ലായിരുന്നു. അവരുടെ കൂടെ പറമ്പിലും വയലിലും ചുറ്റി നടഞ്ഞ് ഞാൻ ക്ഷീണിതയാവാല്ലാതെ എനിക്ക് ഇതിലൊന്നും സന്തോഷം കണ്ടെത്താനോ ശ്രദ്ധിക്കാനോ പറ്റാറില്ല. അവസാനം ഞാൻ പോവാതെയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് വല്ലാത്ത ഇഷ്ടക്കേട് തോന്നി തുടങ്ങി. വീട്ടുകാരെ അറിയിച്ചെങ്കിലും അവരതൊന്നും കേൾക്കാൻ പോലും തീരെ താല്പര്യം കാണിച്ചില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് മനസ്സിൽ ഒരു ആശയം ഉടലെടുക്കുന്നത്. ഫിക്സ് ആയിരുന്നു ആശയം. ഫിക്സ് ഉള്ള ആളെപ്പോലെ അഭിനയിച്ചാലോ എന്ന് തോന്നി തുടങ്ങി. അതെന്റെ സാഹചര്യമായിരുന്നു അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അവസാനം ആ രീതിയിൽ തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ പ്രേതബാധ കൂടിയ ആളിനെ പോലെ അഭിനയിച്ചു. അത് അത്യാവശ്യം ഫലം കണ്ടു. വീട്ടുകാരെല്ലാം പേടിച്ചു തുടങ്ങി. എൻ്റെ വീട്ടുകാരും അതുവരെ കാണാത്ത ഒരു അസുഖത്തെ കണ്ടു പേടിച്ചു. വിവാഹത്തിനു മുമ്പ് മറച്ചു വെച്ചതാണോ എന്ന് പലരും ചോദിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാന്നും അവരും പറഞ്ഞു. പിന്നീട് പല ഡോക്ടറെയും കാണിക്കാൻ തുടങ്ങി. ആദ്യം ആരും അത്ര സീരിയസ് ആയി എടുത്തില്ലെങ്കിലും പിന്നീട് എല്ലാവരും പേടിച്ചു തുടങ്ങി. പിന്നെ പലരെയും പോയി നോക്കി. വീട്ടുകാരെല്ലാം പേടിച്ചെങ്കിലും ഇയാൾ എന്നെ ഒഴിവാക്കാൻ തയ്യാറല്ലായിരുന്നു. അയാൾ തന്നെ സ്വയം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു കണക്കിനും അയാൾ എന്നെ വിടാത്ത ഭാവമായിരുന്നു.
ഡോക്ടർമാർ, ഉസ്താദുമാർ, പണിക്കന്മാർ എന്നിങ്ങനെ എല്ലായിടത്തും പോയി 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 മടുത്തപ്പോൾ ആ നാടകം പ്രേതബാധയിൽ ഒതുക്കി ഞാൻ തന്നെ അവസാനിപ്പിച്ചു. ഭാഗ്യത്തിനാരും അത് മനസ്സിലാക്കിയില്ല. ജീവിതം വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് വീണ്ടും പഠിച്ചാലോ എന്നൊരാഗ്രഹം മനസ്സിൽ തോന്നി തുടങ്ങിയത്. അയാൾക്ക് താല്പര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ വീട്ടുകാര് അവരന്നും അതിനും താല്പര്യം കാണിച്ചില്ല. ആ താല്പര്യക്കുറവ് ഞാൻ വകവെക്കാൻ നിന്നില്ല. ഇപ്പൊ ഇനി എന്തിനാ ഒരു പഠിത്തം, അടങ്ങി വീട്ടിലിരിക്കുന്നതല്ലേ നല്ലത്. മാമന്മാരും മറ്റും പറഞ്ഞു. ഞാൻ ആർക്കും ചെവി കൊടുക്കാൻ നിന്നില്ല. നിനക്ക് പഠിക്കണമെങ്കിലും നീ പഠിച്ചോ, പൈസയൊക്കെ ഞാൻ കൊടുക്കും, നീ നല്ലോണം പഠിച്ചോ, ഇന്നത്തെ കാലത്ത് നമുക്ക് രണ്ടാൾക്കും ജോലി ഉണ്ടാകുന്നത് നല്ലതല്ലേ. ഈ വാക്കുകൾ മതിയായിരുന്നു എനിക്ക്. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷവതിയായി. ആ വാക്കുകൾ എന്നെ ഊർജ്ജസ്വലയാക്കി. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നുണ്ടാകുന്ന അസുഖങ്ങൾ ഒന്നും വീണ്ടും വീണ്ടും വരണ്ടല്ലോ എന്ന് കരുതി കാണണം. ഞാൻ അവിടെ ഒറ്റയ്ക്കിരുന്നിരുന്നാണ് എനിക്ക് കഴിഞ്ഞു പോയ ആ അസുഖങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത് എന്ന് തോന്നുന്നു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. +2 പഠനം പകുതി നിർത്തിയാണ് കല്യാണം കഴിഞ്ഞത്. അതിനാൽ ആദ്യം +2 പഠിക്കണം. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇനിയൊരു സ്കൂളിൽ പോയി +2 പഠിക്കുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴി ഞാൻ നോക്കാൻ ശ്രമിച്ചു. ഞാനാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ആളും കൂടെ ആയിരിക്കുന്നത് കൊണ്ട് സ്കൂളിൽ പോകാൻ എനിക്ക് ഒട്ടും തോന്നിയില്ല. അങ്ങനെ അന്വേഷിച്ചിരിക്കെയാണ് കോഴിക്കോട് ടൗണിൽ പുതിയ ഗവൺമെൻറ് അംഗീകൃത 6 മാസ +2 ഉണ്ടെന്നറിഞ്ഞത്. അതൊരു ആശ്വാസമായി. കുറച്ച് ദൂരം പോവുകയും ചെയ്യാം. ഇവിടെ അടുത്ത് ചെറിയ ടൗണും അവിടെ ട്യൂട്ടോറിയലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അവിടെയൊന്നും പോകാൻ എനിക്ക് എന്തൊക്കെയോ മടികൾ തോന്നി തുടങ്ങി. മനസ്സൊട്ടും അതിനൊന്നും സമ്മതിച്ചില്ല. പിന്നെ പിറ്റേന്ന് തന്നെ അങ്ങേര് ലീവ് എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോടേക്ക് വിട്ടു. രേഖകളൊക്കെ ഉണ്ടായിരുന്നതിനാൽ കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടി വന്നില്ല. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അവിടുന്ന് പിന്നെ സ്ഥിരം ഞങ്ങൾ പോവാറുള്ള അൽബേക്കിൽ പോയി. ഷവായ ചിക്കനും കുബൂസും പൊറാട്ടയും ചിക്കൻ സൂപ്പും എല്ലാം കഴിച്ചു. പിന്നീട് ബീച്ചിലേക്ക്. പലപ്പോഴും മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ഇയാളെ സ്നേഹിക്കാൻ കഴിയാത്തത്? തൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് അങ്ങേര് എത്താത്തതോ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ ശേഷിപ്പുകൾ മനസ്സിൽ നിന്നും എത്തി നോക്കുന്നതോ? പുറത്തു നിന്നും നോക്കുന്ന ഒരു മനുഷ്യന് ഞങ്ങളിൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. നല്ല സ്നേഹനിധികളായ ദമ്പതികൾ. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രതിഷ്ഠിക്കാനാവുന്നില്ല. കാലക്രമേണ അത് സംഭവിച്ചേക്കാം എന്ന് കരുതുന്നു. വളരെ സ്നേഹവും ജോളിയും ഉള്ള ഒരു കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റെത്. ജ്യേഷ്ഠന്മാരുടെ കുട്ടികളും ഭാര്യമാരും മറ്റുമായി എപ്പോഴും കളിയും ചിരിയും ഒക്കെ. തറവാട്ടിൽ ഞങ്ങളായതിനാലും അവരുടെ പ്രായത്തിനൊത്ത് എനിക്ക് നിൽക്കാൻ സാധിക്കുന്നതിനാലും അവര് എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വരും. എന്നോട് വലിയ സ്നേഹമാണ് മക്കൾക്ക്. എനിക്കും അവരാണ് എനിക്കിവിടെ ഒരു നേരം പോക്ക്. ക്ലാസ് തുടങ്ങിയപ്പോൾ പിന്നെ ആവേശമായി. പോക്കും വരവും എല്ലാം ഒരു രസം. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നപ്പോഴുള്ള ബോറടികളെല്ലാം മാറി. രാവിലെ ഞങ്ങള് ഒരുമിച്ചിറങ്ങും. അങ്ങേര് ഷോപ്പിലേക്ക് പോവും വഴി എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കും. ജീവിതം മനോഹരമെന്ന് തോന്നുന്ന ദിവസങ്ങൾ. ആ ഇടക്ക് അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോവാനുള്ള താല്പര്യം കൂടിക്കൂടി വന്നു. കുവൈത്തിലുണ്ടായിരുന്ന കസിനോട് അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ഉണ്ടായി. ഇവിടെ ഇപ്പം ഇതിന് മാത്രം എന്താണ് ബാധ്യതകൾ, നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. പക്ഷെ പോവണം, അത്യാവശ്യം സാമ്പത്തികമായിട്ട് തിരിച്ചു വരണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആഗ്രഹത്തിന് പിന്നെ ഞാനും എതിര് നിൽക്കുകയൊന്നും ചെയ്തില്ല. ക്ലാസും കോളേജും വീടുമൊക്കെയായി ദിവസങ്ങൾ അങ്ങനെ പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കെ യാദൃശ്ചികമായിട്ടാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഞാൻ അവനെ കണ്ടത്. അവൻ എന്നെ കണ്ടിട്ടില്ല. മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങുന്നു. പെട്ടെന്നൊന്ന് ഇറങ്ങിപ്പോയി സംസാരിച്ചാലോ എന്ന് തോന്നി. വേണ്ട,
അനാവശ്യമായി പലതും തോന്നും. ഒന്നും ശരിയാവണമെന്നില്ല. അങ്ങനെ കഴിഞ്ഞുപോയി. കുറെ കാലമായി മനസ്സിൽ വരാത്ത ചിന്തകളൊക്കെ ഉടലെടുത്തു. കഴിഞ്ഞുപോയ കാലവും ആ കാലഘട്ടം സുന്ദരമാക്കിയ പ്രണയവും എവിടെ നിന്നൊക്കെ മനസ്സിലേക്ക് തിക്കിത്തിരക്കി വന്നു. പലപ്പോഴായി അവന്റെ ഓർമ്മകൾ വന്നപ്പോ അങ്ങനെയൊന്നും പാടില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. പിന്നെ ക്ലാസ് പോകുമ്പോൾ എവിടെയൊക്കെ ഞാൻ നോക്കും, അവൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷയില്. ഒരിക്കലും അവനെ കണ്ടതുകൊണ്ടാവാം, പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ അവനെ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ മനസ്സിൽ ഉടലെടുത്തു. അതുവരെ എനിക്ക് അവന്റെ ചിന്തകൾ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം കണ്ടപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ഒരിക്കൽ അത് സംഭവിച്ചു. ക്ലാസ്സിൽ പോകുന്ന വഴിക്ക് അവനെ ഞാൻ മുഖാമുഖം കണ്ടു. എന്തു പറയണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാതെ ഞാൻ പകച്ചു നിന്നു. ശരീരത്തിൽ ഒരു വിറയലും തണുപ്പും അനുഭവപ്പെട്ടു. നീ ഇവിടെയാണോ പഠിക്കുന്നേ? അതെ. എന്താ ഇവിടെ? നിന്നെ കാണാൻ വന്നേ, അല്ലാതെന്ത്? എന്നെ കാണാനോ? ഞാൻ ഇവിടെ ഉള്ളത് അറിയായിരുന്നോ? എല്ലാം അറിയാം. നിന്നെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ് നീ ഇവിടെ പഠിക്കുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞത്. നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും. എനിക്ക് പേടിയാവുന്നു. നിനക്ക് ഫോണില്ലേ? ഫോൺ നമ്പർ ഉണ്ടോ? ഞാനൊന്ന് വിളിക്കട്ടെ? ഫോൺ നമ്പർ ഉണ്ട്, പക്ഷേ എനിക്ക് പേടിയാവും. ആരെങ്കിലും അറിഞ്ഞാലോ? അതിനെന്താ, ആരുമില്ലാത്ത സമയത്ത് ഒരിക്കൽ നീ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല. പിന്നെ എത്ര പെട്ടെന്നാന്നറിയില്ല ഞാൻ അവനെ എന്റെ നമ്പർ കൊടുത്തു. ആ കാലത്ത് എന്റെ കയ്യിലുണ്ടായിരുന്നത് നോക്കിയയുടെ ഒരു കീപാഡ് ഫോണായിരുന്നു. അന്ന് ആ ഫോണുകളേ ഉള്ളൂ. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ വിസ വന്നിട്ടുണ്ടെന്ന്. കുവൈത്തിലുള്ള കസിൻ വിസ അയച്ചു അത്രേ. 20 ദിവസമുണ്ട് പോവാൻ എന്ന് പറഞ്ഞു. ടിക്കറ്റും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇത്രയും പെട്ടെന്നോ? 20 ദിവസം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പിന്നെ എല്ലാരോടും യാത്ര പറയലും യാത്രക്കൊരുങ്ങലും എല്ലാമായിട്ട് ദിവസങ്ങൾ പെട്ടെന്ന് നീങ്ങി. അതിനിടയിൽ ഒരു ദിവസം അവൻ എന്നെ വിളിച്ചു. ഞാൻ ഇതുവരെ അവനെ അങ്ങോട്ട് വിളിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ വിളിച്ചത്. നീ എന്താ ഇതുവരെ വിളിക്കാഞ്ഞത്? അപ്പോൾ ഭർത്താവ് ഇങ്ങനെ യാത്രക്കൊരുങ്ങുകയാണെന്നും കുറച്ചു ദിവസം കഴിഞ്ഞ് ഫ്രീ ആയ അപ്പൊ ഞാൻ നിന്നെ മനസമാധാനായിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ പഠിക്കാൻ ഞാൻ മിടുക്കിയായിരുന്നു. പക്ഷെ അന്നുണ്ടായിരുന്ന ഈ പ്രണയം വീട്ടിൽ പിടിച്ചു. അതിനാൽ പിന്നെയാണ് പുനർപഠനം നിർത്തി വീട്ടുകാരെ കല്യാണത്തിലേക്ക് എത്തിയത്. ഞാൻ പഠിക്കാൻ മിടുക്കിയായതിനാലും എന്റെ ഇന്റലിജൻസ് മനസ്സിലാക്കിയതിനാലുമാണ് എന്നെ അദ്ദേഹം പഠിക്കാൻ വിട്ടത്. പഠിക്കണമെന്നും ജോലിയിൽ കയറണമെന്നും തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചതും. 20 ദിവസങ്ങൾ പോവാന് വലിയ സമയം ആവശ്യമുണ്ടായില്ല. അവര് കുവൈത്തിലേക്ക് പോയി. പോയപ്പോൾ വീട്ടിൽ 2 ദിവസം അവരുടെ കുടുംബം മൊത്തം ഉണ്ടായിരുന്നു. എന്തൊക്കെയോ സങ്കടങ്ങൾ എനിക്ക് തോന്നി. ഞാൻ കരഞ്ഞിരുന്നു. എന്തിനാണ് ഞാൻ കരഞ്ഞതെന്നറിയില്ല. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. എത്രയൊക്കെ പറഞ്ഞാലും വല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് തോന്നി. പിറ്റേന്ന് മുതൽ ഞാൻ വീണ്ടും ക്ലാസ്സിൽ പോയി തുടങ്ങി. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു. ആ വീട് ഞങ്ങൾ അടച്ചിട്ടു. അന്നാണ് ഞാൻ വീണ്ടും അവനെ വിളിച്ചത്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല വിളിക്കാൻ. അന്നങ്ങനെ തോന്നി. പിന്നെ ആ വിളി നിന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അവനും വിവാഹിതനാണ്. പക്ഷെ അവന് സന്തോഷമില്ലാത്ത ജീവിതം തന്നെയാണ് എന്നെപ്പോലെ. അത് ഭാരമായി കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞുപോയ കാലം ഞങ്ങളിൽ നിന്നും അധികം മാഞ്ഞു പോവാത്തതിനാൽ ഞങ്ങളിലെ പ്രണയത്തിന് പൂത്തുലയാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. സത്യത്തിൽ വിവാഹം ഒരു ലൈസൻസാണ്. അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുൻപൊക്കെ എനിക്ക് ആരെയും ഫോൺ ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് കണ്ടാൽ പ്രശ്നമായിരുന്നു. ആരെയാണ്, എന്തിനാണ്? അതൊരു ആൺകുട്ടിയാണെ പിന്നെ പറയുകയും വേണ്ട. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട.
ആരാണ് എന്നുള്ള ചോദ്യത്തിന് അത് കുവൈത്തിൽ നിന്ന് അവരാണ് എന്നുള്ളൊരു മറുപടിക്കിപ്പുറം വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല. ഫോൺ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൈവസി വീട്ടുകാർ തന്നെ ഒരുക്കി തരും. കുവൈത്തിൽ നിന്നും ദിവസവും കോളുകൾ വരാറുണ്ടെങ്കിലും അതൊന്നും അങ്ങനെ കുറെ നേരം നീണ്ടു നിൽക്കാറുണ്ടായിരുന്നില്ല. സുഖവിവരങ്ങളും കുടുംബ വിവരങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഫോൺ വെക്കും. അതിനുശേഷം പിന്നെ ഞാൻ അവനെ വിളിക്കും. അത് പിന്നെ പറഞ്ഞ് മണിക്കൂറുകളാകും. മാനസികമായൊരു സന്തോഷം ഞാൻ കൈകൊണ്ടത് ഇപ്പോഴാണ് എന്ന് എനിക്ക് തോന്നി തുടങ്ങി. സമയം വേഗം ഞങ്ങളുടെ കൂടെ ഓടി. ഇടയ്ക്കൊക്കെ കാണലും കൂടുതൽ സമയം ഫോണുമൊക്കെയായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവസാന പരീക്ഷയുടെ അന്ന് കാണാൻ പ്ലാനിട്ടു. അവൻ എന്നെ കാണാൻ കോഴിക്കോട് വന്നു. ഞങ്ങൾ ഫോക്കസ് മാളിൽ നിന്നുമായിരുന്നു കാണാറ്. അന്നും അവിടെ നിന്നു കണ്ടു. പക്ഷെ ഞങ്ങൾ അറിയാതെ ഞങ്ങളെ എന്റെ ബന്ധുക്കൾ കണ്ടത് ഞാൻ അറിഞ്ഞില്ല. ഏറെ സന്തോഷവതിയായിട്ടായിരുന്നു അന്ന് ഞാൻ വീട്ടിലേക്ക് പോയത്. പക്ഷെ എന്നെ അവിടെ കാത്തിരുന്ന അപകടം ഞാൻ അറിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ മാമന്മാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും എന്നെ കാത്ത് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നു. അവരുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. പിന്നെ ചോദ്യം ചെയ്യലായി, കുറ്റപ്പെടുത്തലായി, അങ്ങനെ പോയി. അവസാനം ഞാൻ അന്ന് ആദ്യമായിട്ട് കണ്ടതാണ്. അവിടെ ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി ആയിരുന്നു. അപ്പൊ ഫുഡ് കഴിക്കുന്ന എന്നെ കണ്ടിട്ട് അവൻ അടുത്ത് വന്ന് സംസാരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം രക്ഷപ്പെട്ടു. ഞാൻ പിന്നെ അവിടുന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ കോഴിക്കോടേക്ക് പോയി. അവനും വന്നിരുന്നു. പരസ്പരം കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ കാഴ്ചകൾ കാണാൻ ഞങ്ങൾക്ക് ചുറ്റും മറ്റു പലരും ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ര ഓർത്തില്ല. അവര് ഞങ്ങളെ കണ്ടു എന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞത്. അത് ഭർത്താവിന്റെ വകയിൽ നിന്നുമുള്ളവരായിരുന്നതാണ് ഏറെ പ്രശ്നമായിരുന്നത്. പ്രശ്നം വിചാരിച്ചതിനേക്കാളും രൂക്ഷമായി. ഞാൻ പിന്നെ എന്റെ വീട്ടിലേക്ക് വന്നു. അവിടെയും ചോദ്യം ചെയ്യലും കുറ്റപ്പെടുത്തലും ഒക്കെയായി ഭയങ്കര പ്രശ്നം. ഒരു ദിവസം എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തിനാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത് എന്നൊക്കെ ഞാനും തിരിച്ചു ചോദിക്കുകയുണ്ടായി. അതും വളരെ ശക്തമായ രീതിയിൽ. പിന്നെ അവിടെ ഒരു കോൾഡ് വാറായി തുടങ്ങി. അതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന ഫോണും വീട്ടുകാർ വാങ്ങിവെച്ചു. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അവനെ അറിയിക്കാനും പറ്റിയില്ല. പക്ഷെ ഒരു ദിവസം ഉമ്മ ഉറങ്ങുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവനെ മെസ്സേജ് അയച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അദ്ദേഹം കുവൈത്തിൽ നിന്നും വന്നിട്ടുണ്ട് എന്ന്. ഞാൻ അങ്ങോട്ട് പോയില്ല. എന്നെ കാണാൻ ഇങ്ങോട്ടും വന്നില്ല. യാതൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും നടന്നില്ല. എല്ലാം ഇരു വീട്ടുകാരും ആയി നടന്നു. ഒന്നും അത്ര എളുപ്പമാവൂല എന്ന് എനിക്ക് അറിയായിരുന്നു. എങ്കിലും ഞാനും എന്തിനേക്കോ വേണ്ടി കാത്തിരുന്നു. ഇനി ഒരിക്കലും യോജിക്കില്ല എന്ന് മനസ്സ് ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിക്കാനും അവസരം ലഭിച്ചില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കുമായിരുന്നു. ഒരു ദിവസം അവരുടെ വീട്ടിൽ നിന്നും ഒരു വലിയ ചർച്ചയുണ്ടായി. ഞാൻ ഒഴികെ എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. എല്ലാം പറഞ്ഞു തീർത്തു വരും എന്നു കരുതി എനിക്ക് തെറ്റി. എന്നെ പഠിപ്പിക്കാൻ വിട്ടതിന് എന്റെ വീട്ടുകാർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. അവസാനം അവർ ഒത്തുതീർപ്പാക്കി വന്നു. നാളെ എന്നെ കൂട്ടാൻ അദ്ദേഹം വരുമെന്നും ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവരുതെന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ എന്നോട് പോയവരെല്ലാം വന്നു പറഞ്ഞു. അവരൊക്കെ സന്തോഷത്തിലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒഴികെ എല്ലാവരും അവിടെ സന്തോഷത്തിലായിരുന്നു എന്ന് വേണം പറയാൻ. യഥാർത്ഥത്തില് ഒരു തിരിച്ചുപോക്ക് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഞാൻ ഫേസ് ചെയ്യേണ്ടത്? എനിക്കത് ആലോചിച്ചിട്ട് ആകെ അസ്വസ്ഥതയായി. എനിക്കത് അറിയില്ലായിരുന്നു. ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. കീപാഡ് ഫോണും ലാൻഡ് ഫോണും മാത്രം. അതിനാൽ തന്നെ എന്റെ കാര്യങ്ങളെ അദ്ദേഹത്തിനെ അറിയിക്കാൻ പോലും പറ്റിയില്ല. ആ പ്രശ്നത്തോടു കൂടി എനിക്ക് ഫോൺ അന്നേ നിഷിദ്ധമായിരുന്നല്ലോ. പിറ്റേന്ന് അവരെന്നെ കൂട്ടാൻ വന്നപ്പോ ഞാൻ തലയും താഴ്ത്തി നിന്നു. ഒന്നും പറയാനാവില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ചുറ്റും കുറെ കണ്ണുകൾ എന്നെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുണ്ടായിരുന്നു. ബെഡ്റൂമിലേക്ക് കയറി അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി വായ തുറന്നപ്പോൾ എന്നോട് ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് എന്റെ വായ പൊത്തി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അത് മറക്കാം. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവരുത്.
അദ്ദേഹം വളരെയധികം ക്ഷീണം പിടിച്ചിരുന്നു. ക്ഷീണത്തോടെയുള്ള വാക്കുകളായിരുന്നു. കുവൈറ്റിൽ പോയതിനാൽ ഒന്ന് നിറം വെച്ചുവെങ്കിലും ടെൻഷൻ കാരണമോ മറ്റോ കണ്ണുകളെല്ലാം കുഴിഞ്ഞു കിടക്കുന്നു. അദ്ദേഹത്തോട് എനിക്ക് അന്ന് ആദ്യമായി സഹതാപം തോന്നി. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇരു കൈകൊണ്ടും അദ്ദേഹം എന്നെ കെട്ടിപ്പുണർന്നു. വല്ലാത്തൊരു കുറ്റബോധം എന്നിലേക്ക് ഇറങ്ങി വന്നു. ഈ കാലം അത്രയും ഈ മനുഷ്യൻ എനിക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് അവരുടെ വീട്ടിലേക്ക് ഇറങ്ങി. ആ യാത്രയിൽ ഞാൻ എന്നോട് തന്നെ മനസ്സിൽ ഉറപ്പിച്ചു, ഇനിയെങ്കിലും ഈ മനുഷ്യന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കണം. ആ വീട്ടിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ കുറ്റബോധം പല രീതിയിൽ എന്നെ വേട്ടയാടിയിരുന്നു. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തന്നെ പല സമയങ്ങളിലും ഞാൻ ചിന്തിച്ചുപോയി. പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ സ്നേഹിച്ചാൽ അതിനൊരു പ്രതിവിധി എനിക്കുണ്ടാവുമെന്ന് തോന്നലോടെ ഞാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഞങ്ങൾ ശ്രമിച്ചു. അദ്ദേഹം വീണ്ടും നാട്ടിൽ തന്നെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. 2 മാസങ്ങൾക്ക് ശേഷം എനിക്ക് പീരീഡ്സ് തെറ്റി. ഇനിയൊരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ചിലപ്പോൾ കുഞ്ഞിന് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഞാനും അത് വല്ലാതെ പ്രതീക്ഷിച്ചു. പിന്നെ ആ വലിയ വീട്ടിൽ ഞങ്ങൾ ഒറ്റക്കായിരുന്നു. അവര് ജോലിക്ക് പോയാൽ ഞാൻ തനിയെ. പിന്നെ എനിക്ക് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉമ്മ വന്ന് നിൽക്കാനും തുടങ്ങി. മാസങ്ങൾ വളരെ വേഗം കടന്നുപോയി. അതിനിടയിൽ ഡോക്ടറെ കാണിക്കാനും മറ്റുമായി ഞങ്ങൾ പലപ്പോഴായി കോഴിക്കോട് പോയിരുന്നു. എങ്കിലും അവനെ ഒരിക്കൽ പോലും കണ്ടില്ല. ചിന്തകളിൽ നിന്നും അവൻ മാഞ്ഞു പോയിരുന്നു എന്നതാണ് സത്യം. ഈ കഥയുടെ ബാക്കി അടുത്ത പാർട്ടായിട്ടിടുന്നതാണ്. വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.